സംഭവിച്ചത്? പിന്നെ എന്തേ സംഭവിച്ചത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ ജനങ്ങൾക്ക് പഠിക്കാൻ, എന്റെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് 1000 കൊല്ലത്തിലധികം പഴക്കമുള്ള ഖബർസ്ഥാനിൽ നിന്ന് അല്ലാഹുവിന്റെ അനുമതിയോടെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നതാണെന്ന് കലീമുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മയ്യത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ മയ്യത്തിനോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്നതിന് നിനക്ക് മറുപടി തരാൻ കഴിയുമോ? തരാൻ കഴിയും നബിയെ, വളരെ വേഗം എന്നെ മടക്കി വിടണം, വളരെ വേഗം എന്നെ മടക്കി വിടണം. അല്ലാഹുവിന്റെ നബിയായ ഈസാ നബിയെ, അങ്ങ് ചോദിക്കുന്നതിന് മറുപടി തരാൻ ഞാൻ തയ്യാറാണ്. കലീമുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മയ്യത്തിനോട് ചോദിച്ചു, നിന്റെ മരണത്തിൽ, നിന്റെ മരണവെപ്രാളത്തിൽ, നിന്റെ മരണവേദനയിൽ, നിന്റെ മരണവേജാറിൽ നീ കണ്ടുപോയ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവത്തെ ഈ വന്നിരിക്കുന്ന ജനങ്ങളോട് നീ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുന്നു, നബിയേ, ഞാൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം എന്റെ പ്രവാചകരെ നിങ്ങളോട് എനിക്ക് പറയണമെങ്കിൽ, ഈ വന്നുകൂടി നിൽക്കുന്ന ജനങ്ങളോട് പറയണമെങ്കിൽ, ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഈസാ നബിയോട് പറയുന്നു, നബിയേ, ഖബറിന്റെ അദാബുകൾ സഹിക്കാനാവുന്നതാണ് നബിയേ, ഖബറിന്റെ ഭയാനകരമായ അവസ്ഥകൾ താങ്ങാൻ പറ്റുന്നതാണ് നബിയേ. ഖബറിന്റെ അകത്തൊരു മനുഷ്യനെ ഇട്ട് തീക്കട്ട കൊണ്ട് ഇളക്കി മറിക്കുന്നത് സഹിക്കാം നബിയേ, വാരിയെല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ ഞെരിക്കുന്നത് സഹിക്കാം നബിയേ, നരകത്തിന്റെ അഗ്നിഗോളം കൊണ്ടുവന്ന ഖബറാളിയുടെ ശരീരത്തെ ഖബറിന്റെ അകത്തിട്ട് കറക്കുന്നത് സഹിക്കാം നബിയേ, താങ്ങാം നബിയേ. പക്ഷേ എത്ര കാലം കഴിഞ്ഞിട്ടും സഹിക്കാൻ പറ്റാത്തരെന്തെന്നറിയുമോ? 1000 കൊല്ലം കഴിഞ്ഞിട്ടും താങ്ങാനാവാത്തരെന്തെന്നറിയുമോ? 1000 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ നബിയെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയാത്തരെന്തെന്നറിയുമോ? തീപാറുന്ന കണ്ണുകളുമായി ആകാശത്തിൽ തലനിൽക്കുന്നത് പോലെ ഭയാനകരമായ രൂപഭാവത്തോടുകൂടി കടന്നു വന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുന്നത് സഹിക്കാൻ കഴിയില്ല നബിയേ. കാലിന്റെ പാദവിരൽ മുതൽ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലൂടെ അസ്റായീലിന്റെ തീപാറുന്ന ഘനഗാംഭീര്യമുള്ള റൂഹ് പിടുത്തത്തിന്റെ വേദന പ്രിയപ്പെട്ട നബിയേ എത്ര വർഷം കഴിഞ്ഞാലും മറക്കാൻ കഴിയില്ല നബിയേ. ഖബറിന്റെ അകത്തെ ഭയാനകരമായ തീജ്വാലകളിൽ വെന്തരിയുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി അനുഭവപ്പെട്ടത് അസ്റായീലിന്റെ റൂഹ് പിടുത്തമാണ് നബിയേ. എത്ര സമയമെടുക്കും നബിയേ, എത്ര വേദനയാണ് നബിയേ. ശരീരത്തിന്റെ ഞരമ്പുകൾ മുഴുവനും വരിഞ്ഞു മുറുകിപ്പോകും നബിയേ. ശരീരത്തിന്റെ ഓരോ രോമാണുക്കളും അല്ലാഹുവിന്റെ നബിയേ മനുഷ്യന്റെ ശരീരത്തെ കൊത്തി വലിക്കും നബിയേ. തീക്കട്ട കൊണ്ട് മനുഷ്യനെ കത്തിക്കരിക്കുന്ന ഭയാനകരമായ വേദന അല്ലാഹുവിന്റെ നബിയേ. 1000 കൊല്ലം കഴിഞ്ഞിട്ട് പോലും എന്റെ ശരീരത്തിൽ നിന്നും മാറിയിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെടുകയാണ്. കൂടെ നിൽക്കുന്ന ജനങ്ങൾ ഭയം വിറയ്ക്കുകയാണ്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അല്ലാഹുവേ പടച്ചവനെ റൂഹ് പിടിച്ച വേദന, ആ റൂഹ് പിടിച്ച വേദന, ശരീരത്തിന്റെ ഞരമ്പുകൾ വരിഞ്ഞു മുറുക്കിപ്പോയ വേദന, ശരീരത്തിന്റെ തൊണ്ടക്കുഴിയിലൂടെ ആത്മാവിനെ വലിച്ചൂരിയെടുത്ത വേദന, അത് മാറുന്നില്ല നബിയേ. എത്ര കൊല്ലം ഖബറിന്റെ അകത്ത് കിടന്നാലും അത് മാറൂല നബിയേ. ചങ്ങരംകുളത്ത് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെരുമ്പാളിന്റെ ഗ്രാമപ്രദേശത്തിന്റെ തെങ്ങിൻതോപ്പിലെ സഹചാരിക്ക് വേണ്ടി റജബ് മാസത്തിന്റെ 27-ന് തടിച്ചുകൂടിയ ആയിരങ്ങളോട് പറയുകയാ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാർക്കും കഴിയില്ലെങ്കിൽ ആ മരണത്തിന്റെ ഭയാനകരമായ വേജാറും വെപ്രാളവും വേദനയും അതിൽ നിന്ന് കരകയറാനും എന്റെ പ്രിയപ്പെട്ടവരെ കഴിയില്ല. പിന്നെ നേരിയ ആശ്വാസത്തിനെന്താണ് ചെയ്യുക? ആ സമയത്തെ ഒരു സമാധാനത്തിനെന്താണ് ചെയ്യുക? അതിന്റെ വഴിയാണെന്ന് സമാപനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ.